ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ സവിത ചാൾസറാം പൂത്തുരാൻസ്. നമ്മളിന്ന് കാണുന്നത് ഇക്കട്ട് ഡിസൈനിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇക്കട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതെല്ലാം തന്നെ വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. മുൻപ് ചെയ്തിരുന്നത് പോലെയുള്ള പ്രിൻറ്റിലല്ല, പ്യുവറായിട്ടുള്ള ഇക്കട്ട് വീവിങ്ങിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ 179 പെർ മീറ്ററിലാണ്. 179 രൂപയാണ് പെർ മീറ്റർ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന വിധങ്ങളെല്ലാം വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. നമുക്ക് കണ്ടു തുടങ്ങാം. എല്ലാം തന്നെ ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള വീവിങ്സ് ആണ്. അപ്പോൾ സെയിം ഡിസൈൻസ് അല്ല, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ്. അതിനകത്ത് തന്നെ ചെറിയൊരു വയലറ്റും കൂടെ കയറി പോകുന്നുണ്ട്. അപ്പോൾ 2 ടോണിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും ഇക്കട്ട് പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്തതിൽ ഈ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ വന്നപ്പോൾ കുറച്ചും കൂടെയും കളേഴ്സും അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺസ് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ വിത്ത് ഔട്ട്ലൈനിങ്ങിൽ തന്നെ ചെയ്യാം. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 179 രൂപ 179 പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ പിക്ചർ ക്ലിയർ ആകും. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വയലറ്റും പിന്നെ ബ്ലൂവും അതുപോലെ ഓഫ് വൈറ്റും കളറിലുള്ള വീവിങ്സ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ളതാണ്. ബ്ലാക്കിനകത്ത് തന്നെ ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് കളറിലുള്ള വീവിങ്സ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഡിസൈനാണ് ഇതിനകത്ത് വീവിങ്സ് ആയിട്ട് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനകത്തും പോയിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 179 പെർ മീറ്ററിലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് റെഡ് കളറിലുള്ളതാണ്. അപ്പോൾ റെഡ് കളറിൽ തന്നെ ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡാണ് ഇതിനകത്ത് വീവിങ്സ് ആയിട്ട് പോയിട്ടുള്ളത്. ഇതിൻ്റെയും പ്രൈസ് 179 പെർ മീറ്ററിലാണ്. അതുപോലെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് പോകുന്നത്. ക്ലോസ് വ്യൂവിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പോയിട്ടുള്ള പാറ്റേൺസ് കാണാം. എല്ലാ ഇക്കട്ടിൻ്റെയും പോയിരിക്കുന്ന ഡിസൈൻസ് ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ഗ്രേ കളറിലാണ്. ഗ്രേക്കകത്ത് തന്നെ ഓഫ് വൈറ്റ് കളറിലുള്ള വീവിങ് പാറ്റേൺ ആണ് ഇക്കട്ടായിട്ട് പോയിട്ടുള്ളത്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പിക്ചർ കാണാൻ പറ്റും. എങ്കിലും ഞാനതൊന്ന് വെച്ച് കാണിക്കാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ മനസ്സിലാകും. അടുത്തത് നമ്മൾ കാണുന്നത് ലൈറ്റ് റെഡ് കളറിൽ വന്നിട്ടുള്ളതാണ്. ഇതിനകത്തും ഓഫ് വൈറ്റ് കളറിലുള്ള വീവിങ്സ് ആണ് പോയിരിക്കുന്നത്. വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ പോകുന്നത്. എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീവിങ് പാറ്റേൺ ആണ്. എല്ലാം നല്ല ഭംഗിയുള്ള വീവിങ്സ് തന്നെയാണ്. 179 ആണ് പ്രൈസ്. ഇന്ന് നമ്മൾ ലാസ്റ്റ് കാണുന്നത് റെഡ് കളറിൽ വന്നിട്ടുള്ളതാണ്. റെഡിനകത്ത് തന്നെ ഓഫ് വൈറ്റ് കളറിലുള്ള വീവിങ് ആണ് ഇതിനകത്തും പോയിരിക്കുന്നത്. ഒരു സ്ട്രൈപ്പ് പാറ്റേണിലായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ത്രെഡ് ഡിസൈൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെയും ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ മനസ്സിലാകും. അപ്പം നമ്മളിന്ന് കണ്ടത് ഇക്കറ്റിൻ്റെ തന്നെ റണ്ണിങ് ഫാബ്രിക്കുകളാണ്. ഇക്കറ്റ് പാറ്റേണിൽ, അതായത് ഇക്കറ്റ് വീവിങ്ങിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ്. എല്ലാത്തിൻ്റെയും ഡിഫറെൻറ്റ് ഡിസൈൻസ് ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ. പ്രൈസ് വന്നിരിക്കുന്നത് 179 പെർ മീറ്ററിലാണ്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്.
അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ച് ആയി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 എണ്ണം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്കാവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.